യോ ഗൈസ്, നമ്മൾ വീണ്ടും വന്നേക്കാണ് നെറൂട്ടോ അൾട്ടിമേറ്റ് നിഞ്ച സ്റ്റോമിൻ്റെ പുതിയ വീഡിയോയിലായിട്ട്. അപ്പം കഴിഞ്ഞതിൻ്റെ ബാക്കിയാണ് നമ്മൾ കളിക്കുക, അതല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. എന്തായാലും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ സപ്പോർട്ടറായിരുന്നു, അപ്പോൾ ഇതിലെല്ലാവരും അടിച്ച് പൊളിച്ചേക്കാം. നമുക്കിനി മിഷൻസ് കളിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് എന്തായാലും വെറുതെ നേരം കളയണ്ട, നേരം സ്റ്റാർട്ട് മിഷനിൽ. ഇപ്പം നമ്മൾ കഴിഞ്ഞിൽ എവിടെ എത്തിയിരുന്നു? ഓക്കെ, നമ്മളെ ചുനിൻ എക്സാമിൻ്റെ അവിടെ എത്താൻ കഴിഞ്ഞിന്. ഓക്കെ, സ്മാൾ ആൻഡ് ടാൾ ഡ്യൂ. എന്തോ ഒരു മരം കയറ്റാണെന്ന് 100% ഉറപ്പാണ്. ഇല്ലെങ്കിൽ എൻ്റെ പേര് മാറ്റേണ്ട ഗൈസ്, പറയാൻ പറ്റൂല, എനിക്ക് ഉറപ്പില്ല. എന്തായാലും ഓക്കെ ഗൈസ്, ആണ് തോന്നുന്നു. ആവണല്ലോ, ജിറിയാൻ്റെ ഒപ്പല്ലേ, മറ്റേ രസംഗം പഠിക്കുന്ന സമയമായിരിക്കും. മരം കയറ്റം തന്നെയാണ് ഗൈസ്. ഇപ്പം എന്തായാലും നമ്മൾ ഒരു പുലിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പം എല്ലാവരും കഴിഞ്ഞ വീഡിയോ ഒന്ന് കാണുക ഗൈസ്. ഞാൻ കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് 2 മണിക്ക് ഇരുന്നിട്ട് വിട്ടിട്ട് ആരും കണ്ടില്ല, അതാണ് അവസ്ഥ. ഇങ്ങനെ എടുക്കൂലട്ടെ ഞാൻ, അത് ഈ ഇടയ്ക്ക് പറ്റുന്ന ചെറിയ മിസ്റ്റേക്കാണ്, നോക്കണ്ട. ഓക്കെ, അല്ല ഇതേമാതിരിയാണ് ഞാൻ. എൻ്റെ പോക്ക് കിട്ടിയാൽ ആർക്കും പിടിച്ചിക്കാൻ കഴിയില്ല ഗൈസ്, അമ്മാതിരി സ്പീഡാണ്. ഓടെ പിടിച്ചെന്ന് ഞാൻ സമ്മതിക്കും. ഇതിപ്പോൾ സാസ്കോലും മത്സരിക്കാൻ വന്നാണെങ്കിൽ ഓന് അടപടലാ തോറ്റി. അമ്മാതിരി പോക്കല്ലേ ഞാൻ ഈ പോകണം. നിങ്ങൾ കണ്ടോക്കി ഗൈസ്, കണ്ടിട്ട് പറയും. നിങ്ങൾ കമൻറ്റിൽ ചെയ്യും അടുത്ത വീഡിയോ ഇടണോ വേണ്ട. ഞാൻ അത്ര കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വിട്ടിട്ട് കഴിഞ്ഞതിൽ ആരും ആകെ 8 വ്യൂസും 3 ലൈക്കും കമൻറ്റ് ഇല്ല വേറെ. എന്തായാലും എന്താ ഇത്രയും നല്ല കഷ്ടപ്പെട്ട് കളിച്ചത് ഞാൻ ആരും കാണാതെ പോയല്ലോ എന്ന് ആലോചിക്കുക ഗൈസ്. എന്തായാലും നമ്മൾ ഈ മിഷൻ കഴിയാനായിട്ട്, അല്ലെങ്കിൽ ഇതൊരു സിമ്പിൾ സാധനമായിട്ട് ഗൈസ്. നമ്മൾ പിന്നെ അല്ലെങ്കിൽ പവർഫുൾ ആളായിട്ട് അതിനൊക്കെ സുഖമായിട്ട് രക്ഷപ്പെട്ട് ഫസ്റ്റ് മിഷൻ ഇവിടെ അതിവിദഗ്ധമായി ജയിച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ എന്തായാലും നെക്സ്റ്റിന് വേണ്ടി കാത്തിരിക്കാം, വേറെ മാർഗമൊന്നുമില്ല. കാത്തിരി ലോഡിങ് വീണ്ടും ചടപ്പിക്കാണ് ഗൈസ്. അല്ല, എൻ്റെ ഗൈസ് എന്നുള്ള വിളി കുറച്ച് കൂടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. സോറി. എന്തായാലും നമ്മൾ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കിയേക്കാണ്. അപ്പം എന്തായാലും നമുക്ക് ഇനി അടുത്ത മിഷൻ എടുക്കാം. എന്തായാലും ഈ ഗെയിം കളിച്ചാൽ അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ഗൈസ്, അത്രയ്ക്ക് വൈബാണ് കേട്ടത്, വേറെ ലെവലൈറ്റം. എന്തായാലും നമുക്ക് കളിച്ചാൽ വായിച്ച നിങ്ങളാരെ ശ്രദ്ധിച്ചാല, നേരത്തെ കാട്ടിയാരെ ശ്രദ്ധിച്ചോ? നെറൂട്ടയും ജിറായൊന്നും കൊടുത്തതായിട്ട് എനിക്കൊരു ഡൗട്ട്. ഇതെന്താ ഇനി ആവാം ഗൈസ്. അപ്പോൾ എൻ്റെ അമ്മേ, ജിറായിനെ അടിച്ചിടാനാണ് ഗൈസ്. കുറച്ച് ടാസ്ക് തന്നെ ആയിരിക്കും. എന്തായാലും എന്തൊക്കെയാണ് നോക്കാം. അതിനുശേഷം അവയൊക്കെ ഓക്കെ, അറ്റ്ലീസ്റ്റ് 30% ചക്ര ബാക്കി ഇരിക്കുകയാണ് നമ്മൾ ജയിക്കേണ്ടത് ഗൈസ്. ഓക്കെ, അത് നമ്മൾ മാക്സിമം നോക്കാം. അപ്പോൾ ചക്ര ഉണ്ട്, ഫുള്ളും ഉണ്ട്. എൻ്റെ അമ്മേ, അവിടെ പൗതി പോയി. ജിറായ മാത്രം വിചാരിച്ച ആളല്ല, അങ്ങക്ക് അവിടെ കിട്ടി. ജിറായ എന്നല്ല, ഓൻ്റെ ആര് വന്നാലും നമ്മളെ പിടിച്ചാൻ കിട്ടും, അതാണ് നമ്മളൊരു പവർ. എന്തായാലും ഓൻ്റെ മുക്കാല് തീർന്നിട്ടുണ്ടാവും ഗൈസ്, അത് ഉറപ്പാണ്. അഥവാ ഈ ഫസ്റ്റത്തെ ഈ പച്ച കളർ ഫുള്ള് തീർന്നിട്ടുണ്ടാവും, 100% ഉറപ്പാണ്. ഫുള്ള് തീർന്നില്ല, കുറച്ചും കൂടി ബാക്കിയുള്ളൂ ഗൈസ്. ഇപ്പം നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ ജൂട്സുമാണ്. നമ്മൾ മാക്സിമം എന്താട്ടെന്ന് വെച്ചാൽ ചക്ര സ്റ്റോർ ചെയ്യട്ടെ ഗൈസ്, കാരണം കളി തോൽക്കാൻ പാടിയല്ലോ. സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി കൊടുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല ഗൈസ്. ജിറായ മാസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണവനാണ്. എത്ര 4-3 നാച്ചർ പവർ ഒപ്പമുള്ളൊരു ക്യാരക്ടറാണ് ഗൈസ് ജിറായ എന്നുള്ളത്. കണ്ടത്ര തോന്നൂലെങ്കിലും എൻ്റെ പവർ പറഞ്ഞാൽ വേറെ ഐറ്റം തന്നെയാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ വെറുതെ വിടാൻ ഒരു ഉദ്ദേശം വെച്ചിട്ടില്ല, കാരണം മാക്സിമം അറ്റാക്ക് ചെയ്യാൻ തന്നെ നോക്കുള്ളൂ. കാരണം അത്രയ്ക്കും പവറാണ് ഇവൻ്റെ ഗൈസ്. ഇവൻ്റെ മുടി വെച്ചിട്ട് എന്തൊക്കെ അടിയൊക്കെ ഉണ്ട്, എനിക്കറിയില്ല കേട്ടോ. അത് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കും, ചിലപ്പോൾ കിട്ടുമല്ലോ. ഓക്കെ നല്ല കൊടുക്കുന്നുണ്ട്, നല്ല പവറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീച്ചാൻ പറ്റുമോ നിൽക്കുന്നില്ല, കാരണം നീച്ചാൽ തന്നെ തീർന്ന് ഗൈസ്. കളിയും ജയിച്ച് മിഷനും കംപ്ലീറ്റ് ആക്കി ഗൈസ്.
പക്ഷേ ഞാനിത്ര സിമ്പിൾ ഇനി ജിറായ തോന്നില്ല ഗൈസ്. ആവായിരിക്കും. നമ്മൾ രണ്ടാമത്തെ ഈ എപ്പിസോഡിൽ രണ്ടാമത്തെ മിഷൻ കംപ്ലീറ്റ് ആക്കിയേക്കാണ്. യെസ്, എന്തായാലും ഗൈസ് നമുക്ക് അടുത്ത മിഷൻ പെട്ടെന്ന് തന്നെ കളിച്ചാൽ ആർക്കറിയാം ഗൈസ്. നമ്മൾ ഇന്നത്തൊന്നും വായിക്കാൻ നിൽക്കില്ല, കാരണം എനിക്ക് വായിക്കാൻ ഭയങ്കര മടിയാണ്. എന്തായാലും അടുത്ത മിഷൻ നോക്കാം. ഇനി അടുത്ത ഇപ്പം എന്തായിരിക്കും അടുത്ത് ഗാമ്പമുണ്ട്. ഗൈസ് മറ്റേതാണ് തവളനെ നമ്മളതാക്കണ ആ സംഭവമല്ലേ ഇത് ആവണം. യെസ് ഗൈസ്, നമ്മളെ തവളനെ നമ്മൾ കഴിക്കലാക്കണ ആ സംഭവമാണ് ഗൈസ്. അതായത് തവള എന്തോ പറയും ത്രോടിച്ചാൽ അങ്ങനെ എന്തോ പറയണ്ട, ഒരു ബെറ്റ് വെക്കണം, ബെറ്റല്ല ഒരു സംഭവം അങ്ങനെ എന്തോ പറയും. ആ രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിൽ എന്താവും അൾട്ടിമേറ്റ് ജുഡ്സോ അൾട്ടിമേറ്റ് ഇമ്പാക്റ്റ് ഒന്നും വർക്കാവില്ല, പിന്നെ എന്തൊക്കെ ത്രൂസ് ഒന്നും വർക്കാവില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, തവള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മിക്കവാറും നമ്മൾ തവളനെ എല്ലാം കൊല്ലേണ്ടി വരും, കൊന്നാലേ നമുക്ക് അങ്ങനെ ആവുള്ളൂ. അതങ്ങനെയാണ് ഇതിലുള്ള അവസ്ഥ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം. ഓക്കെ, നെറൂട്ടോൻ്റെ ഭയങ്കര മാസ്മരികമായ ഡയലോഗ്സൊക്കെ ഉള്ള തുടങ്ങിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ഒരിക്കലും പെടാം. എടുത്തുക്കും ഇങ്ങനെ എറിഞ്ഞത് എന്ന് ചാവാനാണ്. ഇതൊക്കെ ഇത്ര അടിച്ചിട്ട് മര്യാദക്കൊരു പവറും കൂടി ഒക്കെ കൊണ്ടില്ല. ഓക്കെ, ഈ സാധനം എറിയാൻ പറയുന്നുണ്ട്, നമുക്ക് എറിഞ്ഞ് നോക്കാം. അക്കരെന്താ അത് സാധനം എന്താ വരുമ്പോൾ ഒക്കെ ഡിഫെൻഡ് ചെയ്യുന്നത് തോന്നുന്നു. ഇപ്പോഴും മനസ്സിലായില്ല അതിൻ്റെ ഉപകാരം. എന്തായാലും നോ എടുത്തിട്ട് തന്നെ. ഓക്കെ, ആ ഭാഗത്ത് ഔട്ട് പിടിച്ചാനാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ആ ഭാഗത്തൊക്കെ തന്നെ മാക്സിമം അറ്റാക്ക് ചെയ്യാൻ നോക്കാം. കുറേ ബോംബൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേസ്, വർക്കാവണില്ല ഒന്നും ഇങ്ങോട്ട് വാടാ തവളെ. ആണാണ് ഇങ്ങോട്ട് വന്നോ. ഭാഗ്യം. ഇടി കൊണ്ടില്ല പക്ഷെ എൻ്റെ വോയിസിലും അങ്ങോട്ട് വീണിണ്ട്. ഇനി വെറുതെ എടുക്കണ്ട, അടിച്ചോണ്ട് നമുക്ക് കഴിഞ്ഞിട്ടാണ്ട്. പിന്നെ മാറുക. ചാട് പിന്നെയും കൊണ്ട് കഴിച്ചു. ഇങ്ങനെ എൻ്റെ മോനെ നമ്മളെ ലൈഫൊക്കെ പച്ച മൊത്തം തീർന്നു ഓൾറെഡി. ഈ വാളിനിട്ട് അടിച്ചോണ്ട് ഓൻ്റെ ലൈഫ് എങ്ങനെ പറയാ. വാട്ടർ സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. തവള സീന തവളൻ്റെ ഏതോ ചക്രപോൻ്റേതാവും വാട്ടർ സ്റ്റൈല് ഇപ്പോൾ യൂസ് ചെയ്യും. പിന്നെ ഫയറൊക്കെ ചെയ്യുന്നതാണോ ആർക്കറിയാം. ഇത് അൾട്ടിമേറ്റ് വർക്കാവില്ല. ഞാൻ എന്തൊക്കെ കിട്ടുന്നത് അല്ല ഈ എടുത്തിട്ട് ഈ നിഞ്ചുടിച്ച് ചെയ്താൽ വർക്കാവോ. നമുക്ക് അടുത്തിൽ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കുറേ ബോംബൊക്കെ എറിഞ്ഞ് നോക്കുന്നുണ്ട്, ഒന്ന് നോക്കാം. കൈക്കുള്ള സാധനം തീർന്നിട്ട് ഇനിയിപ്പോൾ എങ്ങനെ അടിച്ചാനാ എന്തോ. പറഞ്ഞില്ല നമ്മൾ ഈ ചാട്ടത്തിന് വരെ എത്ര പോയിസ്. പിന്നെ ബാക്കി പറയണ്ടേ. അടുത്തും കൊണ്ട് വാങ്ങിക്കൂട്ടല്ലേ നെറൂട്ടോ വല്ലതും തിരിച്ചടിക്കാൻ നോക്ക്. എൻ്റെ അമ്മ നാവാ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലല്ലേ. പിന്നെയും കൊണ്ട് ഗൈസ് വേഗം നീച്ചറാ, എന്തെങ്കിലും നേരമില്ല. അപ്പോഴും അതിൻ്റെ നമ്മൾ മാക്സിമം ഇങ്ങനെ വരുമ്പോൾ നല്ല അറ്റാക്ക് കൊടുക്കണം. ഒന്നും കൂടി വരും. ഇല്ല എന്തൊക്കെ ജുഡ്സ് ചെയ്യാൻ നോക്കാം. എൻ്റെ അമ്മയെ വാട്ടർ സ്റ്റൈൽ കിട്ടി ഗൈസ്. റാംബൈനിങ് വാട്ടർ അതെന്തോ പറഞ്ഞു. എന്തായാലും അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വെറുതെ ഇടുക ഗൈസ്. ഇല്ല, നമ്മൾ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ്. പരിശ്രമം ചെയ്യുകില്ല എന്തിന്. നോ മാർക്ക് ചാടി. ഓക്കെ, രക്ഷപ്പെട്ടു. അറ്റാക്ക് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ വാട്ടർ സ്റ്റൈൽ കൊള്ളല്ലേ. കൊണ്ടാ തീർന്ന് ലൈഫ് അല്ലെങ്കിലേ കുറവാണ്. ഇനി എന്തായാലും കൊണ്ടാ തീരാനായിട്ടുണ്ടാവും ഏകദേശം. നല്ല ദൂരെയാണ്. ഓക്കെ, നല്ല അറ്റാക്ക് കൊടുക്കാം നമുക്ക്. ഇടിച്ച് ആണോ ചാടി. അടുത്ത് വിട്ടു വെട്ടേണ്ടതാണ്. അല്ല, ഇത് വേറെ തോന്നുന്നു. ഓക്കെ നമ്മളിങ്ങനെ ആക്കണം. ഓക്കെ അത് കൊണ്ടില്ല ഗൈസ്. മാറി പിന്നെ ആരാമ്മോ ഞാനല്ലേ രക്ഷപ്പെട്ടി. ചാടിയുണ്ട്. മുന്തമ്മോ വാർത്ത വിട്ട് അത് കൊണ്ട് ഗൈസ്. എന്തായാലും അടുത്തൊരു വെട്ടിൽ നമ്മളെന്തായാലും ചാവുന്നെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കാരണം അമ്മാരി വെട്ടാണ് ഈ വെട്ടിക്കൊണ്ടിരിക്കണ്. ഓനോ കഴിഞ്ഞു തോന്നുന്നു. എൻ്റെ വാട്ടർ സ്റ്റൈല് മറ്റേ സാധനം ഇങ്ങനെ ചീറ്റിരിക്കണ ഐറ്റം. അതിൽ കൊള്ളല്ല കൊണ്ടാ തീർന്നെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് തോന്നുന്നു. ബാക്കിയൊക്കെ നടന്നു ഗൈസ്. പക്ഷേ ബാക്കിയായ നിയമങ്ങൾ പറഞ്ഞാണ് സംഭവം. ഇതിൻ്റെ ബാറ്റിൽ മാത്രമുള്ള മര്യാദക്കുള്ളത് നമ്മൾ നേരത്തെ കണ്ടാണ്. ഞങ്ങൾക്ക് കാണാം വീഡിയോയിലിട്ട് കണ്ടാണ്. ഇപ്രാവശ്യം ഞാൻ നിന്നെ അടിച്ച് വിടറാ.
നമ്മൾ കുറേ കൊടുക്കുന്നുണ്ട്, പക്ഷേ കാര്യമൊന്നും ഉണ്ടാവണില്ല. ഓക്കെ, നമ്മളവിടെ ഇത് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ല ഗൈസ്. ആ യൂസ് ചെയ്യാതെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനാണ് യൂസ് ചെയ്യേണ്ട ആവശ്യം. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉപകാരം ഇപ്പോഴും മനസ്സിലായില്ല, അതാണ് സംഭവം. ഓനോ 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 ആഹാ ഇവൻ ചെയ്യൻ്റെ ചെയ്യാം. ഗൈസ് 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 ചെയ്തോക്കാം. ഓനോ കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയില്ല. ഓ ചാടി 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 ആ ചാടി 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 ചാടി. ഓൻ്റെ പൊന്നാര തവള ഒന്ന് നിർത്തിക്കൂടെ ചാടണേ. ഇതെന്തൊരു സ്വഭാവമാണ്. എന്തായാലും കൊടുക്കാനുള്ള കൊടുക്കാൻ മതി. ലൈഫ് ഇപ്പോൾ തീരും ഗൈസ്. ഇതാ കൊല്ലാൻ പോകുന്നു നമ്മൾ. വീണ്ടും രക്ഷപ്പെട്ട്. നോട്ട് ബാഡാ. ഓക്കെ ഓക്കെ ഓക്കെ, ഓൻ്റെ എന്തോ ലാസ്റ്റ് അറ്റാക്ക് വരാൻ പോവാണ്. വാളെടുക്കുന്നു. നമ്മൾ ചാടണം. ഓക്കെ, നമ്മൾ ചാടിയിട്ടുണ്ട് ഗൈസ്. ചാടി എന്നാണ് തോന്നുന്നത്. യെസ് ഗൈസ്, നമ്മൾ ചാടിയിട്ടുണ്ട്. ഷാഡോ ക്ലോൺ ജുഡ്സ് അവൻ്റെ മോനെ വൈബ് വൈബ്. എന്തൊരു വലിയ അറ്റാക്കിന് തന്നെയാണ് പോണ്. നോക്കാം നോക്കാം ഗൈസ്. എന്തൊരു വലിയ 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 സംഭവമാണ്. നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ നെക്കിയുണ്ട്, കുറേ നെക്കിയുണ്ട്. എന്താ ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ ഓക്കെ വാട്ട് ഓനോ സ്ട്രേറ്റ് ലിക്വിഡ് ബുള്ളറ്റ്സ് വെച്ചിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാണ്. നമ്മൾ അതിന് രക്ഷപ്പെടണം. ഓക്കെ, അതിന് രക്ഷപ്പെട്ടു. ഇല്ല രക്ഷപ്പെട്ടില്ല, അതിൽ നമ്മൾ മൂഞ്ചിയുണ്ട്. അടുത്ത അറ്റാക്ക് വരുന്നു. നമ്മൾ ഇപ്രാവശ്യമെങ്കിലും യെസ് ഗൈസ് ഇപ്രാവശ്യം നമ്മൾ ഇതിന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അടിക്ക് നമ്മൾ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടിക്ക് എന്താണ് വാവ് തൊട്ട് ഗൈസ്. അവൻ്റെ വെടുക്ക് ഇടിച്ചണം എന്നതിന് തോന്നുന്നു. ചലഞ്ച് എന്തായാലും നമ്മൾ അവനെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് കഷ്ടപ്പാടിനൊടുവിൽ ഇവിടെ ജയിച്ചിരിക്കുകയാണ് ഗൈസ് ഗാമബുണ്ടന. എൻ്റെ മോനെ എൻ്റെ ഡയലോഗിന് കേട്ട കുറച്ച് നേരം ഐ ഡിഡിറ്റ് പറഞ്ഞിട്ട് ബോധം പോയതുകൊണ്ട് ഗൈസ്. കാരണം അത്രക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനും കഷ്ടപ്പെട്ടേ വേറെ, പക്ഷേ അതിലങ്ങനെ തന്നെയാണ് ഗൈസ്. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവനെ മൂക്കിലിട്ട് നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മോ ഇത്ര പണി ഉണ്ടാവും ഞാൻ വിചാരിച്ചതേ ഇല്ല ഗൈസ്. എന്തായാലും അവളെ സമണിങ് ജ്യൂസ് പഠിച്ചേക്കാണ് ഗായ്സ്. എൻ്റെ അമ്മ ഉറങ്ങി തോന്നുന്നു. ഓന് ഒടുക്കത്തെ ഉറക്കം. അതിന് നമ്മളെ അടുത്ത മിഷനും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും കൈയടിക്കൂ. കമൻറ്റ് ബോക്സിൽ കൈയടിച്ചാൽ മതി ഗൈസ്. ഓക്കെ, എൻ്റെ അമ്മോ എന്താ ഒരു മനസ്സുഖം അറിയും. അവൻ അടിച്ചിട്ടപ്പോൾ ഗാമബുണ്ട പറഞ്ഞാൽ ഒരു 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 ഐറ്റമാണ് ഗൈസ്. അതിനിപ്പോൾ നമ്മൾ അടിച്ചിട്ട് ഇപ്പം നമ്മളെ റേഞ്ച് മനസ്സിലായില്ല. ഓ ഇനി എന്താന്നാവോ. ഓക്കെ ഗൈസ്, നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ആക്കിയുണ്ട് കേട്ടോ. ഇത്രയല്ല, മൂന്നാമത്തെ വിഷയമാണ് ഇതിലെ. ഓ ചുനിൻ എക്സാം ആർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. വാവ്, ഇനി ലീഫ് ഡിസ്ട്രക്ഷൻ ആർക്കാണ്. എന്തായാലും നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എന്താ നെറൂട്ടോ വേഴ്സസ് നെജി. ഇത് മറ്റേ കേട്ടോ ചുനിൻ എക്സാമിൽ ഫൈനൽ സ്റ്റേജ്. പക്ഷെ അത് ലീഫ് ഡിസ്ട്രക്ഷനിൽ പെടുത്താൻ കാരണം ഈ സമയത്താണ് മറ്റേ സാൻഡ് വില്ലേജോ സോൺ വില്ലേജ് കൂടിക്കാണ്ട് ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ വന്നത്. അതായിരിക്കും മിക്കവാറും. എന്തായാലും എനിമി അറ്റാക്ക് പവർ ഹൈ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സൈനാണ് ഫൈനൽ സ്റ്റേജ് വേണ്ട. ഇവിടെയൊക്കെ ജനങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഇനി ആനിമയിലുണ്ട്. ഇനി ഇതിലെങ്ങനെ ഉണ്ടോ. ഓക്കെ, നെജി ഹ്യൂഗയാണ്. നെജി പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മളൊരട്ടം ഇവളെ കൊണ്ടല്ലേ ഇവളെ എതിരേക്കുണ്ടാകുന്നത്. എന്തുകൊണ്ട് നെജിൻ്റെ എതിരെ എപ്പോഴും നമുക്ക് കിട്ടണത്. എനിക്ക് നെജിയായിട്ട് ഒരട്ടം ഫൈറ്റ് ചെയ്യണമെന്നുണ്ട്. നെജിൻ്റെ പവറൊക്കെ ഇന്ന് കാണാല. ഓ ബോംബൊക്കെ കിട്ടുന്നു. ഇതെന്താ വർക്കാവാത്ത കൊണ്ട നെജിയെ തീർന്ന് ചെയ്യും. എന്തായാലും ഇത് അതും കൊണ്ട് ഈ നെജി എന്താ ഇങ്ങനൊക്കെ ആയിപ്പോയത്. ഇതിൻ്റെ ദുരന്തേ ഒന്ന് കൊള്ളടാ. ആണോ ഇതെങ്കിലും കൊള്ളോ. ഇയാടെ പ്രാന്താ. അനക്കെന്താ അത്ര കടി. ഇവനെന്തായാലും ചവിട്ടി കൂട്ടിയിടും. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടാ. കുറേ നേരം നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യാൻ നോക്കണം. അൾട്ടിമേറ്റ് നട്ട പേര് കഴിഞ്ഞതിലേക്ക് ഓർമ്മില്ല. പിന്നെ കുറേ നേരം ഒരുമാതിരി കളി വെച്ചിട്ട് ഇപ്പോഴെങ്കിലും ആ പിടിച്ചെന്ന് പറഞ്ഞല്ലടാ. ചേച്ചിയെ വെറുതെ കളിച്ചാൽ വന്നതല്ല. ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്. ഇതൊന്ന് അനുഭവിച്ചിട്ട് പറ എങ്ങനെ ഉണ്ട്.
ഇത് ഞാൻ ഒറോച്ചിമാർക്ക് വരെ കൊടുത്ത സാധനം. അപ്പം പിന്നെ നിനക്ക് തന്നില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലേ? ഇതെല്ലാം കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവിടെ കിടക്കുന്നുണ്ട്. എന്തേ ആ അതും കൂടി കൊടുത്തിട്ടുണ്ട്. ടീം വിചാരിച്ചമാതിരി കൊണ്ടില്ല ഗൈസ്. നമ്മൾ ചാടി വീടിൻ്റെ അടുത്തെത്തിൻ്റെ ഒന്നും കൂടി നോക്കാം ഗൈസ്. ബോംബ് 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 ബോംബ്. ഇത് സാധാ ബോംബല്ല ഗൈസ്. ബലൂൺ അങ്ങനെ തൂങ്ങി കിടക്കും. അത് പൊട്ടും ഗൈസ്. പൊട്ടുമ്പോൾ എന്താവും അതിനിങ്ങനെ കുറേ കുനൈ നൈഫ് വന്നാണ്ട് കുത്തും. ഒരുമാതിരി ആയിട്ടാണ്. നെജിനെങ്ങാനും ഞാൻ എൻ്റെ കൈക്ക് കിട്ടി ഉറപ്പായിട്ട് ഞാൻ അടിച്ചിടുമെന്ന് പറഞ്ഞാൽ അടിച്ചിടും. ഒറ്റടിയും കൂടി മതി നിന്നൊക്കെ തീർക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്യണത്. എടുത്തേക്ക് വാ, അഞ്ചര. ഓ എൻ്റെ പൊന്നു നെജിയേ, ഇന്ന് കാരുണ്യം കാണിക്കണത് എന്തടിയടോ എൻ്റെ പൊന്നാരേ. നെജിയെ തീരുമാനമായിട്ട് ഇല്ല. എന്താ നെജി ഇങ്ങനെ വേക്കനി മോഡ് വല്ലോ ആയാ ഇല്ലല്ലോ. എൻ്റെ ബിയാക്കുകാനല്ല ചാൻസ്. ഹിനാട്ടൻ്റെ അങ്ങനെയല്ലേ. സബ്സ്റ്റിറ്റ്യൂഷൻ വർക്കാണെങ്കിൽ അത് എന്ത് വന്നാ മോനെ തീർന്ന ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ വരാത്തിൻ്റെ കുഴപ്പമില്ല. ഓടോടോടോടോ അല്ല വേണ്ട, ചക്കര ഫുള്ളാക്കുക, അതാ നല്ലത്. വരുന്നു, നമ്മൾ ചാടുന്നു. പെട്ട് ഓളെ പവർ യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അടിപൊളി സാധനം ഇട്ടായി. ഞാൻ വിചാരിച്ചേക്കാൾ എൻ്റെ കിട്ടി ഇനി വെറുതെ വിടല്ലേ. എനിക്ക് വെയ്യഞ്ഞ് കൊള്ളാൻ അമ്മാരി അങ്ങനെ ലാസ്റ്റ് അറ്റാക്ക് നമ്മൾ വീണ്ടും ചെയ്യാണിത്. ലാസ്റ്റത്തെ അറ്റാക്ക് ഇതോടെ തന്നെ അവൻ്റെ കഥ തീർന്ന്. വെറുതെ ഇനി ചെയ്യുന്നത്. എത്ര മതി ഓൾ തീർന്ന് നീച്ച് പോരെ റൂട്ടും. എൻ്റെ പൊന്നോ പിന്നെ അറ്റാക്ക് കംപ്ലീറ്റ് ആക്കാൻ തിരിച്ചും വരില്ല പറഞ്ഞാൽ നെജിൻ്റെ ജീവൻ പൊയ്ക്കണോ എപ്പോഴോ കഴിഞ്ഞാണ്. അതിന് മേത്ത് കയറി കിടന്നപ്പോഴും അതിൻ്റെ കാര്യം തീർന്നതാ. ഇനി വെറുതെ ഇത്ര നേരം ഇപ്പോൾ ഇതൊക്കെ ചെയ്ത്. എന്തായാലും മിഷൻ കംപ്ലീറ്റ് ആയിട്ട്. ഇനി നെക്സ്റ്റ് ആരായിരിക്കും? രണ്ടാമത് മാച്ചാണ്. രണ്ടാമത് ഗാറാസ് സാസുക്കേന് നടക്കാനുള്ളത്. പക്ഷെ നടന്നത് ഷീനോ ബ്രാമ വേഴ്സസ് പിന്നെ കാങ്ക്രോ. അവൻ നടക്കാനുള്ള നടന്നില്ലല്ലോ. അതുപോലെ കിറ്റ് ചെയ്ത് കാങ്ക്രോ കിറ്റ് ചെയ്തോണ്ട് ഇതിലെങ്ങനെ തന്നെയാണോ അറിയില്ല. പക്ഷേ ശരിക്കും അങ്ങനെ ഉണ്ടായത്. കാങ്ക്രോ മാച്ച് ക്വിറ്റ് ചെയ്ത് മിക്കവാറും ഞാൻ തന്നെ ആവും. അല്ലെങ്കിൽ അല്ല യെസ് അത് ക്വിറ്റ് ചെയ്താണ് എന്നെ എത്തി കാട്ടുന്നത്. എന്തായാലും ഇനി ചിക്കമാറു വേഴ്സസ് ടെമാരിയാണ്. ഇത് വൈബന് കഴിച്ചു. ചിക്കമാറുവിൻ്റെ അടി അറിയുമ്പോൾ വലിയ പവറൊന്നുമില്ല. പക്ഷെ എൻ്റെ ബുദ്ധി വെച്ചിട്ടുള്ള കളിച്ച കളിയാണ് എൻ്റെ അമ്മേ. ടെമാരിൻ്റെ പൗതി ജീവൻ പോക്കിയുണ്ടാവും അമ്മാതിരി സാധനം. അല്ലെങ്കിൽ ഈ ചെറുക്ക സീനാട്ടോ ബുദ്ധീൻ്റെ കാര്യത്തിൽ. ഇല്ല അവൻക്ക് അൾട്ടിമേറ്റ് ചെയ്യാം. ഇല്ല അവൻ കുറച്ച് ബോംബ് എടുത്ത് തരാം, അത്രേ ഉള്ളൂ. അൾട്ടിമേറ്റ് ഇല്ല. എനിക്ക് ഉള്ള വെച്ചിട്ട് നമ്മൾ കൊല്ലും ഗൈസ്. അൾട്ടിമേറ്റ് ചെയ്ത് കൊല്ലും ഞാൻ. അല്ല അൾട്ടിമേറ്റ് അല്ല, നിഞ്ചുഡ്സ് ചെയ്ത്. നിഞ്ചുഡ്സ് ഒന്നും പറയാൻ പറ്റൂല ഗൈസ്. പക്ഷെ ഇതിലങ്ങനെ നിഞ്ചുഡ്സ് എന്നാണ് പറയാം. സത്യം പറഞ്ഞാൽ എന്താ കുറച്ച് ബോംബ് എടുത്ത് തരാം, അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെയാണ് നമ്മളൊന്ന് തീർത്ത് കൊടുക്കാല. അടുത്ത് ചക്രമല്ല ഗൈസ്. ഒരറ്റ കൂടി ആയിട്ട് നമുക്ക് ചക്ര ഇല്ല. എടാ മാറ് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ചക്രമില്ല. ലോഡ് ചെയ്യാനൊരു സമയത്താടാ ടെമാരി അടങ്ങിയിരിക്കടാ. ഓക്കെ നമ്മൾ ചക്ര ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സീൻ തന്നെ. ഓക്കെ ചുരുക്കെടുത്തറ ഇതൊരുമാതിരിയോട് ഹിനട്ടൻ്റെ അതേ ഫീല്. അൾട്ടിമേറ്റും ഇല്ല, നിഞ്ചുഡ്സും മര്യാദക്കില്ല. ഒരുമാതിരി ഐറ്റം ഗൈസ്. നല്ലൊരു പവർ ഇല്ല അവർക്ക് സത്യം പറഞ്ഞാൽ. ആകെയുള്ള ഷാഡോ പൊസിഷൻ ചുടിച്ചോ അവൻ്റെ വർക്കാവണില്ലല്ലോ. അന്ന് സംഭവം എന്താ? ഓക്കെ നമുക്ക് ചവിട്ടി കൊല്ല അവനെ. എന്നാലും ഷാഡോ പൊസിഷൻ എന്താ വർക്കാത്തതില്? അവന് നിഞ്ചുഡ്സും അതാണ് ഗൈസ്. പക്ഷെ അത് വർക്കാവണില്ല. അതിന് നിഞ്ചുഡ്സും ഇല്ല എന്നാണ് പറയുന്നത്. അല്ല അൾട്ടിമേറ്റ് അത് ശരിക്കും പറഞ്ഞിട്ട് പറയും സക്സസ് ആയി എന്ന് പറയും. വൈബാണ്. നമുക്കെന്തായാലും കുറച്ച് ബോംബ് ഇടുന്നു കൊല്ല. ഓടാണ് പിന്നെ കൊടുങ്കാറ്റാണ്. മറ്റേ വിൻസ്റ്റയിൽ ചക്ര ഓള് യൂസ് ചെയ്യണം, പറഞ്ഞിട്ടും കാര്യമില്ല. ഓക്കെ നമ്മൾ ചക്ര ഓളെ മുന്നിൽ നിന്നാണ് ലോഡ് ചെയ്യണം. എന്താ അടങ്ങിയിരിക്കണമെന്ന് എനിക്കറിയില്ല. ഇതിനല്ലേ. ഓക്കെ നിൻ്റെ അടിപൊളി അറ്റാക്കായിരുന്നു. പക്ഷെ എൻ്റെ അടുത്താണ് പോകുന്നത്. അവിടെയൊക്കെ നിൽക്കുന്ന അടുത്തുനിന്ന് ചെറിയ പണിയുണ്ട്. എന്താ നമുക്ക് ഇനി അവേക്കം മോഡാവാൻ പറ്റും. അല്ല ഗൈസ്
അത് ചക്രയിലോടയാൻ പറ്റൂല. എന്താ ഗൈസ് അഞ്ഞിലോടയാ. എന്തായാലും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടേ. നമുക്ക് അതിൻ്റെ ഉമ്മനെ അടിച്ചിടാം. പിന്നല്ലേ അവള് അല്ലെങ്കിൽ വേണ്ട ഗൈസ്. നമുക്ക് അവേക്കനി മോഡന്നെ ആവും. അയ്യേ അവേക്കനായിട്ട് വലുതായിട്ട് മാറ്റമൊന്നുമില്ല. ഇതിപ്പോൾ എന്താ അവേക്കനിങ് ആയിട്ട് ഇപ്പോൾ സംഭവിച്ചെന്താ? അതന്നെ ബോംബന്നെ. കുറേ കണ്ട് പ്രതീക്ഷിച്ച് പോയി. ഞാൻ വിചാരിച്ച ചിലപ്പോൾ എൻ്റെ അൾട്ടിമേറ്റൊക്കെ ഓപ്പൺ ആവുന്നു. ഒന്നുമില്ല, ഒരു കുന്തുമില്ല. ഓളും ഇതായിണ്ട് അവേക്കനി മോഡ്. അതിൻ്റെ അവേക്കൻ വേഴ്സസ് അവേക്കനാണ്. കുറച്ച് വൈബന്നെ ആയിരിക്കുന്നു. ചിക്കന്മാരൊന്ന് വേഗം അടിച്ചിടറ. ചമാരി എന്തോ ഇത് ഇങ്ങനെ കിട്ടുന്നില്ല. ഓക്കെ നമ്മളിത് പോയിട്ടിട്ട് അവേക്കനി മോഡ് പോയിട്ടുണ്ട്. ഓക്കെ നമ്മൾ പേപ്പർ ബോംബ് വെച്ച് ലാസ്റ്റ് അതിനെ തോൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ വന്നാലും അത് പവറില്ലാത്ത ഈ പൊട്ടനെ കൊണ്ട് ഗൈസ്. പക്ഷെ അവൻ്റെ ബുദ്ധി സീനാണ്. പൊട്ടെന്ന് പറയറ്റില്ല, എന്നാലും ഒരു പൊട്ടന്മാരിൽ തന്നെ അഭിനയമല്ല പവറിലനുസരിച്ച് നോക്കുമ്പോൾ വെറും പൊട്ടൻ തന്നെയാണ് ഗൈസ്. എൻ്റെ അമ്മോ എത്ര പണിൻ്റെ അറിയാം. എന്തായാലും ഗൈസ് നമുക്ക് ഞാൻ അടുത്ത മിഷൻ കളിച്ചാൽ അടുത്ത എന്തായാലും ഗാറാസ സാസുക്ക് തന്നെ ആയിരിക്കും ഉറപ്പാണ്. കാരണം അതിലങ്ങനെയാണ് വന്നപ്പോൾ ഇതിലും അങ്ങനെ തന്നെ ആവണമല്ലോ. എങ്ങനെയുണ്ട് അങ്ങനെ ആവുള്ളൂ ഗൈസ്, ഉറപ്പാണ്. വേണ്ട സാസുക്ക വേഴ്സസ് ഗാറ. പക്ഷേ പോയിൻ്റ് ഇല്ല ഗൈസ് വേണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് പോയിൻ്റ് നേടിയിട്ട് വരാം. അതിൻ്റെ മുമ്പ് ഞാൻ ആദ്യം ഈ ഇവിടെയുള്ള അധിക മിഷൻസിൻ്റെ ആൾക്കാരെ ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ എന്തൊരു കടമാരി കണ്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയ ഗൈസ്. നോക്കുമ്പോൾ എന്താ അറിയോ എന്തൊക്കെ പവറൊക്കെ വാങ്ങാൻ പറ്റുന്നു. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കുറേ പോയിൻ്റ് എടുത്ത് സാസുക്കൻ്റെ ഒക്കെ വാങ്ങി. എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും വാങ്ങിയാണ്. റോക്ക്ലിൻ്റെ വാങ്ങി ഗൈസ്. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫിഗർ എന്നൊക്കെ പറയണത് പവറായിരിക്കും. അതായത് സാക്കറിന് വാങ്ങിയിട്ട് വെറുതെ വെച്ചില്ല. കണ്ടോലത്തൊക്കെ ഞാൻ വാങ്ങി ഗൈസ്. പിന്നെ സാക്കറിൻ്റെ ഒന്നുകൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ വാങ്ങി. അതോടെ എൻ്റെ പോയിൻ്റ് തീർന്നു ഗൈസ്. അപ്പം ഉണ്ട് അൾട്ടിമേറ്റ് ജുഡ്സു വാങ്ങല് ഗൈസ്. അപ്പം ഞാൻ അത് വാങ്ങാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പോയിൻറ്റും ഇല്ല. എങ്ങനെ ഇരിക്കണം ഇങ്ങനെ വെറുതെ ആക്കിയാൽ കിട്ടുമോ? എങ്കിൽ വൈബാണല്ലോ. അല്ല ഗൈസ് മേലുണ്ട്, ഞാൻ കണ്ടില്ല. അപ്പോൾ നമുക്ക് ഉള്ളവരതൊക്കെ വാങ്ങാം, മാക്സിമം നോക്കാം. ഷീനോൻ്റെ എന്തായാലും വേണോ? സീനായിരിക്കും. ചിക്കന്മാറുണ്ട് വേണ്ട. കഴിഞ്ഞ് ഗൈസ് 2500 വേണം. എൻ്റെ അടുത്ത് 1000 ഉള്ളൂ. എന്തായാലും കുറേ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഓക്കെ ഇനി എന്തായാലും അടുത്ത മിഷൻ നോക്കാം. മിഷന് സോറി ഗൈസ്, ഞാൻ ഒരു മിഷനൊന്നും കളിച്ചില്ല. അല്ലാതെ ഇപ്പം ഇങ്ങനെ പുതിയത് കളിച്ചാണ്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക് കേബിൾസാണ് 9 എണ്ണം പൊട്ടിച്ചാൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. 9 എണ്ണം നമുക്കപ്പോൾ പൊട്ടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ 9 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിഷൻ ലിസ്റ്റ് പോയി നോക്കാം. ബി ആണോ ഒന്ന്? അല്ല ബി അല്ല, സി ആണോ? ഓക്കെ സി ആണ്. അപ്പോൾ സി നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. 10 പോയിൻ്റാണ് കിട്ടുക ഗൈസ്. അപ്പോൾ ഏകദേശം ഒരു 86 പോയിൻ്റായി കാണും. എന്നാണെങ്കിൽ നമുക്ക് അടുത്ത മിഷൻ കളിച്ചൂടെ? കളിച്ചാൻ പറ്റേണ്ടതാണ്. നോക്കാം. സാസുക വേഴ്സസ് ഗാറ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് കളിച്ചാൻ പറ്റും. അപ്പോൾ നമുക്ക് കളിച്ച ഗൈസ് അതന്നെ നല്ലത്. ഇങ്ങനെ കളിച്ചുമ്പോൾ കുറേ പോയിൻ്റ് കിട്ടുന്നുള്ളതാണ്. പോയിൻ്റ് കിട്ടൂല, സോറി, ഒരു മിഷൻ കളിച്ചുമ്പോഴാണ് ഒരു വൈബ് ഗൈസ്. ഓക്കെ സാസുക വേഴ്സസ് ഗാറ ഗൈസ്. ഗാറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ എനിമിൻ്റെ ഡിഫൻഡ് പവറായിട്ടും നമ്മളവനെ പൊട്ടിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ രണ്ടുമുള്ള ഡിഫറൻസ് റോക്ക്ലിൻ്റെ അത്ര പവർ സാസുകയ്ക്ക് ഇല്ല. അതായത് സ്പീഡ്. റോക്ക്ലീൻ അടിച്ചിട്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് മനസ്സിലാക്കുക. എൻ്റെ അമ്മായിൻ്റെ അടിയാണ്. ഓക്കെ ഗൈസ് നമുക്ക് സാസുകനെ ആദ്യമായിട്ടാണ് കൈ കെട്ടുന്നത്. ഇത് അൾട്ടിമേറ്റിൻ്റെ മോനെ ചിതോരി ഗൈസ്. ചിതോരി എൻ്റെ മോനെ വൈബായിട്ടും ഗൈസ്. ഗാറ നമ്മൾ മുക്കാൽ തീർത്തിൻ്റെ മുക്കാലില്ല. എൻ്റെ മോനെ ഊരിയെടുക്കലൊക്കെ ഉണ്ടോ? ഇങ്ങനെ വലിച്ചാലെടുക്കണം ഗൈസ്. ഇടിഞ്ഞിട്ട് പറിച്ചെടുക്കാൻ മതി. ഓക്കെ ഒന്നും കൂടി നമുക്ക് അൾട്ടിമേറ്റ് ചെയ്ത് നോക്കിയാലോ. അൾട്ടിമേറ്റ് സിമ്പിളാണ് തോന്നുന്നത് വർക്കാവാൻ. എന്തായാലും നമുക്ക് നോക്കാം. അൾട്ടിമേറ്റ് വർക്കായ കിട്ടിയതാണ്. കിട്ടി.
ആ കിട്ടി 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 കിട്ടി. ഇത് കിട്ടിയ നെറൂട്ടോൻ്റെ രസങ്ക എങ്ങനെയാണ് യൂസ് ചെയ്യുക പഠിച്ചത് ഗൈസ്. രസങ്ക എന്ന് പറയുന്ന സംഭവം എല്ലാത്തിനും അതാണ് യൂസ് ചെയ്യേണ്ടത് ഗൈസ്. അടുത്ത പ്രാവശ്യം നമ്മൾ രസങ്ക മാക്സിമം യൂസ് ചെയ്യാം, പഠിച്ചിട്ട് വരാൻ നോക്കാം ഗൈസ്. അല്ല എനിക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. എല്ലാവരും രസങ്ക അങ്ങനെ യൂസ് ചെയ്യൽ ആർക്കറിയാം ഗൈസ്. എന്തായാലും നമ്മൾ ഓക്കെ ഓക്കെ ഓനോനോനോ ഓക്കെ നമ്മൾ ചാടിയിട്ടാണെങ്കിലും അവനെ കുറിച്ചെന്നുള്ളതാണ് നമ്മളൊരു ഓൺ ഡിഫെൻഡാണ്. ഞാൻ വിചാരിച്ച അമ്മ അറ്റാക്ക് നമ്മളെന്തായാലും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റേ ചക്ര ഫുള്ള് ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓനോ ഓ ഓ ഓ സബ്സ്റ്റിറ്റ്യൂഷൻ വർക്കാണില്ല. ആ കിട്ടി കിട്ടി കിട്ടി. കൊടുക്ക് 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 കൊടുക്ക്. അല്ല ഗാറിൻ്റെ ഡിഫെൻഡ് എങ്ങാനും പൊട്ടിയാൽ അപ്പം നമ്മൾ ചാൻസ് മുതലാക്കണം. പിന്നെ പൊട്ടുമെന്നൊക്കെ ഡൗട്ടാണ്. ഓ നമുക്ക് കിട്ടാനുള്ള കിട്ടിയത്. ഓക്കെ കിട്ടി കിട്ടി കിട്ടി. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. വെറുതെ വിടല്ലേ. അറിയില്ല നമുക്ക് ഓൻ്റെ പവർ. ഓക്കെ ഓൻ്റെ ഡിഫെൻഡ് പൊട്ടുന്ന എപ്പോഴാണ് അപ്പം നമ്മൾ അറ്റാക്ക് ചെയ്യണം. എന്നാലും നമുക്ക് എന്തായാലും കാട്ടാൻ പറ്റുള്ളൂ കൈ. അമ്മാര് സീന് സാധനമാണ്. ആ കിട്ടി. തുടക്കത്തിലല്ല ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്താ അൾട്ടിമേറ്റ് അവൻ്റെ പേസ് വർക്കാവാത്തൊന്നുണ്ടോ പറയത്തില്ല. നമ്മൾ യൂസ് ചെയ്തില്ല വേറെ. എന്നാലും അങ്ങനെയൊക്കെ പറയണം കഴിച്ചു. അല്ല എന്താ സാൻഡ് കോപ്പി യൂസ് ചെയ്തത്? അതൊരു കാണുമ്പോൾ ഇങ്ങനെ വൈബ് ഇങ്ങനെ പൊക്കിയിട്ട് നമ്മളിങ്ങനെ അടിച്ചത് കാണുമ്പോൾ അപ്പോൾ ഞാനൊക്കെയാണ് ഗാന്ധി വെച്ച് കളിച്ചത്. എന്തായാലും എപ്പോഴാണ് തന്നെ ചെയ്യുന്നത്. ഇതെന്താ ഓക്കെ നമുക്ക് ചക്ര ഉള്ളിൽ ലോഡ് ചെയ്തിട്ട് വരുമ്പോൾ മാക്സിമം നോക്കാം ചക്ര വെച്ചിട്ട്. ഓക്കെ ഓൻ ചക്ര ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല ഓൾക്ക് അതേക്കാനാൻ പറ്റൂല. എൻ്റെ അമ്മ മറ്റേ പറഞ്ഞ സാധനം അതിൻ്റെ മുമ്പ് ചെയ്ത് കേസ്. ആ കാലും കയ്യൊക്കെ ഒടിഞ്ഞു. അമ്മ രയിച്ചാണ് അതെന്തൊപ്പം യൂസ് ചെയ്യുന്നത്. വാണ്ട ഗാറ വാണ്ട 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 എൻ്റെ പൊന്നാര മുട്ട വാണ്ട. എടാ വാണ്ട നീല് ഗാറ അടങ്ങിയിരിക്ക്. എടാ ഗാറ ഒന്ന് അടങ്ങിയിരിക്കടാ കിളവാ. ആനോ ഞാൻ വിചാരിച്ചതിൽ കിട്ടി പക്ഷെ കിട്ടിയില്ല കൈ. ഗാറ ഇന്ന് രക്ഷപ്പെട്ടു. ഓക്കെ നമ്മൾ യൂസ് ചെയ്ത് അൾട്ടിമേറ്റിൻ്റെ പവർ നോക്കി. ആ കിട്ടിയില്ലേ. എടാ എന്ത് കഷ്ടമാണത്. കൊടുക്ക് കൊടുക്ക് വെറുതെ ഇടല്ലേ. ഇത്രക്ക് ചടപ്പാ പോൺ. എന്തായാലും ഗാറിനെ നമ്മൾ വീണ്ടും തോൽപ്പിച്ചേക്കാണ് ഗായ്സ്. വീണ്ടും നമ്മുടെ മുന്നിൽ എപ്പോഴും ഗാറൊരു പാവം പൂച്ചക്കുട്ടി തന്നെയാണ്. അല്ല നമ്മളെ മുന്നിൽ ഒരിക്കലും വലിയ ആളാവുന്നില്ല അവന്. കാരണം എന്താ ലോക്കലാണ് അവനെല്ലാം. അല്ലെങ്കിൽ ഓക്കെ നമ്മളെന്തായാലും അതും ആ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നെറൂട്ടോൻ്റെ പാർട്ടിൽ കാണുന്നവരേക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.